എല്ലാവർക്കും ഓൾവേസ് സ്റ്റുഡന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PSCയുടെ വിവിധ പരീക്ഷകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഇതിന്റെ ഒരു ഫസ്റ്റ് പാർട്ട് ഉണ്ട്. ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോ എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2024 ജൂണിൽ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ INS സത്ലജ് J-17. ഇതാണ് ഇന്ത്യൻ നാവികസേനയുടേതായിട്ട് വിഴിഞ്ഞം തുറമുഖത്തെത്തിയ നാവികസേന കപ്പൽ. വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് ഒരു റെലവന്റ് കറണ്ട് അഫയേഴ്സ് ടോപ്പിക് ആണ്. അപ്പോൾ അതിനെപ്പറ്റി വേറെ കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ പല വീഡിയോകളിലായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് കറണ്ട് അഫയേഴ്സ് വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും ഷോർട്സ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് വീഡിയോസ് ഒക്കെ ഒന്ന് റെഫർ ചെയ്യുന്നത് നന്നായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ KSRTC ഡ്രൈവിംഗ് സ്കൂൾ തുറക്കുന്നത് തിരുവനന്തപുരത്താണ്. KSRTCയുടെ ആദ്യത്തെ ഡ്രൈവിംഗ് സ്കൂൾ തുറക്കുന്നത് തിരുവനന്തപുരത്താണ്. നെക്സ്റ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ജൈവമണ്ഡലം അഥവാ ബയോസ്ഫിയർ റിസർവ് എവിടെയാണെന്നാണ് ചോദ്യം. ആൻസർ രാജാജി രഗഡി ബയോസ്ഫിയർ ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോ ആദ്യത്തെ പ്രൈവറ്റ് ബയോസ്ഫിയർ റിസർവ് എവിടെയാണെന്നാണ് ചോദ്യം. ആൻസർ രാജാജി രഗഡി ബയോസ്ഫിയർ ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ്. ഏഷ്യ പസഫിക്കിലെ ബെസ്റ്റ് കണ്ടക്ട് ഓഫ് ബിസിനസ് റെഗുലേറ്റർ അവാർഡ് നേടിയ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. ആൻസർ വരുന്നത് സെബി ആണ്. സെബിയുടെ ഫുൾ ഫോം എപ്പോഴും നോട്ട് ചെയ്ത് വെക്കുക. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഈ ഫുൾ ഫോം ഒക്കെ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്ത് ചിലപ്പോൾ ചോദിച്ച് കാണാറുണ്ട്. അപ്പൊ എന്തായാലും അത് നോട്ട് ചെയ്ത് വെക്കുക. സെബി എന്ന് പറയുന്നത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. ഏഷ്യ പസഫിക്കിലെ ബെസ്റ്റ് കണ്ടക്ട് ഓഫ് ബിസിനസ് റെഗുലേറ്റർ അവാർഡ് നേടിയ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടും സെബിയാണ്. നെക്സ്റ്റ്. ചുവന്ന മനുഷ്യൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് കോട്ടയം പുഷ്പനാഥാണ്. ചുവന്ന മനുഷ്യൻ എന്ന പുസ്തകത്തിന്റെ കർത്താവ് കോട്ടയം പുഷ്പനാഥാണ്. 2024 കുടുംബശ്രീ കലോത്സവ വിജയി. കാസർഗോഡ് ജില്ലയാണ് 2024 കുടുംബശ്രീ കലോത്സവ വിജയി. നെക്സ്റ്റ്. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് 2024 ഒന്നാമതുള്ള രാജ്യം. ആൻസർ ഐസ്ലാൻഡ് ആണ്. അതിൽ ഇന്ത്യയുടെ സ്ഥാനം, ഈ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് 2024 ഇന്ത്യയുടെ സ്ഥാനം വരുന്നത് 129 ആണ്. ഒന്നാം സ്ഥാനം ഐസ്ലൻഡിനും ഇന്ത്യയുടെ സ്ഥാനം 129 ആണ്. നെക്സ്റ്റ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പുള്ളിപ്പുലി സഫാരി പാർക്ക് തുറക്കുന്നത് എവിടെയാണ്? ബന്നാർഘട്ട നാഷണൽ പാർക്കിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പുള്ളിപ്പുലി സഫാരി പാർക്ക് തുറക്കുന്നത്. ബന്നാർഘട്ട സ്ഥിതി ചെയ്യുന്നത് കർണാടക സംസ്ഥാനത്താണ്. ഇന്ത്യൻ ഇന്റലിജൻസ് ബ്യൂറോ പുതിയ മേധാവി. IIBയുടെ പുതിയ മേധാവി ആരാന്നാണ് ചോദ്യം. തപൻ കുമാർ ദേക്ക. ഇന്ത്യൻ ഇന്റലിജൻസ് ബ്യൂറോയുടെ പുതിയ മേധാവി തപൻ കുമാർ ദേക്ക. നെക്സ്റ്റ്. അരുണാചൽ പ്രദേശിന്റെ പുതിയ മുഖ്യമന്ത്രി. പേമ ഖണ്ഡു ആണ് അരുണാചൽ പ്രദേശിന്റെ പുതിയ മുഖ്യമന്ത്രി. നെക്സ്റ്റ്. പുതിയ ഇന്ത്യൻ കരസേനാ മേധാവിയായി നിയമിക്കപ്പെടുന്ന വ്യക്തി. ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ് ഇന്ത്യൻ കരസേനാ മേധാവിയായിട്ട് പുതിയതായിട്ട് നിയമിക്കപ്പെടുന്ന വ്യക്തി. നെക്സ്റ്റ്. 10 ലക്ഷം ഇന്ത്യൻ കാക്കകളെ കൊല്ലാൻ അടുത്തിടെ തീരുമാനിച്ച രാജ്യം. ആൻസർ കെനിയയാണ്. നെക്സ്റ്റ്. കാർഷിക മേഖലയിൽ കാർബൺ എമിഷൻ ടാക്സ് ഏർപ്പെടുത്തിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം. ഡെൻമാർക്ക് ആണ് കാർഷിക മേഖലയിൽ കാർബൺ എമിഷൻ ടാക്സ് ഏർപ്പെടുത്തിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം. നെക്സ്റ്റ്. ഒഡീഷയുടെ പുതിയ മുഖ്യമന്ത്രി മോഹൻ മാജി. ഒഡീഷയുടെ പുതിയ മുഖ്യമന്ത്രി മോഹൻ മാജി. ആന്ധ്രാപ്രദേശിന്റെ പുതിയ മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡു. N. ചന്ദ്രബാബു നായിഡു ആണ് ആന്ധ്രാപ്രദേശിന്റെ പുതിയ മുഖ്യമന്ത്രി. വേറെ സ്റ്റേറ്റുകളുടെ ഒക്കെ മുഖ്യമന്ത്രി ചോദിച്ചു കാണാറുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിൽ 3 പുതിയ മുഖ്യമന്ത്രിമാരെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അത് 3 ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നോട്ട് ചെയ്യാം. നെക്സ്റ്റ്. 2030 പ്രവർത്തനരഹിതമാകുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം പൊളിക്കുന്നതിനുള്ള കരാർ ലഭിച്ച സ്വകാര്യ ബഹിരാകാശ കമ്പനി. സ്പേസ് എക്സിനാണ് ഈ ഒരു കരാർ ലഭിച്ചിരിക്കുന്നത്. അതായത് ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ISS ഇന്റർനാഷണൽ ബഹിരാകാശ
നിലയം. അത് 2030 പ്രവർത്തനരഹിതമാവും. അപ്പൊ അത് പൊളിക്കാനായിട്ട് കരാർ ലഭിച്ച സ്വകാര്യ ബഹിരാകാശ കമ്പനി സ്പേസ് എക്സ് ആണ്. നെക്സ്റ്റ്, 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിനെ നയിക്കുന്ന വ്യക്തി ആരാണെന്നാണ് ചോദ്യം. ഹർമൻപ്രീത് സിംഗ് ആണ് 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിനെ നെക്സ്റ്റ്, ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അന്താരാഷ്ട്ര വർഷമായി നിയോഗിക്കപ്പെട്ട വർഷം 2025. അതായത് ഈ വർഷമാണ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അന്താരാഷ്ട്ര വർഷമായി ആചരിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഓരോ വർഷവും ഇന്റർനാഷണലി ഓരോ രീതിയിൽ റെക്കഗ്നൈസ് ചെയ്യാറുണ്ട്. അപ്പൊ 2025 പ്രത്യേകത ഇതാണ്. അപ്പൊ അത് നോട്ട് ചെയ്യുക. ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രിയാണ് ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി. അപ്പൊ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.